ചീഫ് സെക്രട്ടറിയെ കുരുക്കിലാക്കി എൻ പ്രശാന്ത് IAS. പ്രശാന്ത് ഉന്നയിച്ച 7 ചോദ്യങ്ങൾക്ക് 10 ദിവസമായിട്ടും ചീഫ് സെക്രട്ടറി മറുപടി നൽകിയില്ല. ഫേസ്ബുക്ക് സ്ക്രീൻഷോട്ടുകൾ എങ്ങനെ സർക്കാർ ഫയലിൽ വന്നു? ചോദ്യം നമ്പർ 1. നോ റിപ്ലൈ. ഏതുദ്യോഗസ്ഥനെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയത്? നോ റിപ്ലൈ. IT നിയമപ്രകാരമാണോ ചീഫ് സെക്രട്ടറിയുടെ നടപടി? നോ റിപ്ലൈ. എന്തായാലും ചാർജ് മെമ്മോയ്ക്കുള്ള മറുപടിയിൽ പ്രശാന്തിന്റെ ചോദ്യങ്ങൾ ഇതുവരെയും മറുപടി കിട്ടിയിട്ടില്ല. സർക്കാർ രേഖയിൽ കൃത്രിമം കാട്ടിയവർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുമെന്ന് നേരത്തെ ചീഫ് സെക്രട്ടറിക്ക് പ്രശാന്ത് IAS മുന്നറിയിപ്പ് നൽകിയിരുന്നു. TV പ്രസാദ് ചേരുന്നു. TV പ്രസാദ്, ഇപ്പോൾ പ്രശാന്ത് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയില്ല ചീഫ് സെക്രട്ടറിക്ക് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇനി പ്രശാന്ത് IAS അടുത്ത നീക്കം എന്തായിരിക്കും നടത്തുക? ഗുഡ് മോർണിംഗ് TV പ്രസാദ്. ഗുഡ് മോർണിംഗ് അരുൺ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ പ്രശാന്തും ചീഫ് സെക്രട്ടറിയും തമ്മിലുള്ള തർക്കം ഒരു നിയമക്കുരുക്കിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളത് കൊണ്ട് ഒരു പരാതിയില്ലാതെ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ പ്രശാന്ത് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് കൂടുതൽ വ്യക്തമാകുന്ന നിലയിലേക്കാണ് ഈ നിയമപ്രശ്നം പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് അരുൺ, ഇതിൽ നേരത്തെ നമുക്ക് അറിയാവുന്നതുപോലെ ജയതിലകിനെയും ഗോപാലകൃഷ്ണനെയും വിമർശിച്ചു എന്ന പേരിലാണ് എൻ പ്രശാന്തിനെതിരെ നടപടിയെടുക്കുന്നത്. അതിൽ ഫേസ്ബുക്കിലൂടെയുള്ള വിമർശനത്തിന് ജയതിലകോ ഈ പറയുന്ന കെ ഗോപാലകൃഷ്ണൻ IAS പരാതി കൊടുത്തതുമില്ല. അപ്പോൾ ഈ സസ്പെൻഷന്റെ പിന്നാലെ കൊടുത്ത ചാർജ് മെമ്മോയിൽ ചീഫ് സെക്രട്ടറി ചില കാര്യങ്ങൾ ഉന്നയിച്ചു. അതിന്റെ കൂടെയാണ് ഈ സ്ക്രീൻഷോട്ടുകളെല്ലാം ഉള്ളത്. അതിന് മറുപടിയായി പ്രശാന്ത് ഒരു മറുപടി കൊടുത്തു. ആ മറുപടിയിലാണ് നേരത്തെ അരുൺ പറഞ്ഞ 7 ചോദ്യങ്ങളുള്ളത്. ആ 7 ചോദ്യങ്ങൾ ചീഫ് സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് ഈ സർക്കാർ ഫയലിൽ എങ്ങനെയാണ് ഈ സ്ക്രീൻഷോട്ട് വന്നത് എന്നതാണ്. അതായത് ജയതിലകോ കെ ഗോപാലകൃഷ്ണനോ പരാതി കൊടുത്തില്ല. പിന്നെ ആരാണ് ആ സ്ക്രീൻഷോട്ട് എടുത്തത്? ഇനിയിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തു. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അതിന്റെ ചട്ടപ്രകാരം IT നിയമപ്രകാരം ഇതിൽ കൃത്രിമത്വം വരുത്തിയില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അത് എടുക്കാൻ പാടുള്ളൂ എന്നുണ്ട്. അങ്ങനെ എന്ത് ചട്ടങ്ങളാണ് നടത്തിയത്? അതോടൊപ്പം തന്നെ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനെ ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നോ? ഈ ചോദ്യങ്ങളാണ് പ്രധാനമായും പ്രശാന്ത് ചോദിക്കുന്നത്. അതിനി എങ്ങനെ ചീഫ് സെക്രട്ടറി മറുപടി പറയുമെന്നതാണ്. ഈ മാസം 16-ാം തീയതിയാണ് ചാർജ് മെമ്മോയ്ക്കുള്ള മറുപടി കൊടുത്തത്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്താൽ മാത്രമേ ചാർജ് മെമ്മോയ്ക്ക് വിശദമായി മറുപടി കൊടുക്കാൻ കഴിയൂ എന്നാണ് എൻ പ്രശാന്ത് പറയുന്നത്. അതിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നതും. അരുൺ, ചുരുക്കത്തിൽ ചീഫ് സെക്രട്ടറി മറുപടി പറയേണ്ടി വരും. ഈ പറയുന്ന സ്ക്രീൻഷോട്ട് എടുത്ത അമിതമായ ആവേശത്തിൽ പ്രശാന്തിന് ചാർജ് ഷീറ്റിൽ ഒരു മെമ്മോ ആയിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു കുരുക്ക് അതിൽ ചീഫ് സെക്രട്ടറി കരുതിയിട്ടുണ്ടാവില്ല, അല്ലേ TV പ്രസാദ്? ഉറപ്പായും അരുൺ, അത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് നമുക്കറിയാവുന്നതുപോലെ എൻ പ്രശാന്ത് IAS അഭിഭാഷകനാണ്. നിയമത്തിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് പുള്ളി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ അതിൽ ജയതിലകിനെതിരെയും ഗോപാലകൃഷ്ണനെതിരെയും പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നപ്പോൾ വേറൊന്നും ചിന്തിക്കാതെ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നാലെ സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു. അതാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് ഊരാക്കുടുക്കായത്. മാത്രമല്ല അരുൺ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ജയതിലക് രേഖകളിൽ കൃത്രിമം വരുത്തി എന്ന് രേഖകൾ സഹിതം തന്നെ നമ്മൾ കണ്ടതാണ് സർക്കാർ ഫയലിൽ കൃത്രിമം വരുത്തി എന്ന കാര്യത്തിൽ. പക്ഷേ അതിൽ നടപടിയെടുത്തിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറിക്കെതിരെ നിലവിൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതിൽ നടപടിയെടുത്തില്ല എങ്കിൽ കേസ് ഫയൽ ചെയ്യും എന്നുള്ളതാണ് വക്കീൽ നോട്ടീസിൽ എൻ പ്രശാന്ത് പറഞ്ഞത്. ചുരുക്കത്തിൽ എൻ പ്രശാന്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പരാതി കിട്ടാത്തതുകൊണ്ട് പരാതി ഇല്ലാത്തതിന്റെ പേരിൽ തന്നെ നടപടിയെടുത്തതിനാൽ ചീഫ് സെക്രട്ടറി അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ കേസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഇത് പെട്ടെന്ന് അവസാനിക്കാൻ പോകുന്നില്ല അരുൺ. ഇതൊരു നിയമക്കുരുക്കിലേക്ക് നീങ്ങും എന്ന കാര്യം ഉറപ്പാണ്. ഓക്കെ, അങ്ങനെ കുരുക്കിലേക്ക് ചീഫ് സെക്രട്ടറി നടന്നു കയറുമോ എന്നതാണ് ചോദ്യം. എന്തായാലും പ്രശാന്ത് ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. 1.5 ചോദ്യങ്ങളാണ് ചോദിച്ചത്. അല്ല, എനിക്ക് ചാർജ് ഷീറ്റ് തന്ന ആ ചാർജ് ഷീറ്റ് മെമ്മോയിലെ ഈ സ്ക്രീൻഷോട്ട് അതാരെടുത്തതാ? ആ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ അത് ഫേക്ക് അല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങളാണ് പ്രശാന്ത് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും അപ്പുറത്ത് നിൽക്കുന്നത് ജയതിലകാണ്, മറ്റൊന്ന് ഗോപാലകൃഷ്ണനാണ്. ഗോപാലകൃഷ്ണനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെയാണ് പ്രശാന്തിനെതിരെ നടപടിയെടുക്കുക എന്നാണ് പ്രശാന്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറ്റുമുട്ടൽ പുതിയൊരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. പുതിയ പോർമുഖം തുറക്കുന്നു.